കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. MLA എന്ന നിലയിലുള്ള തന്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം തന്റെ പിന്തുണ അറിയിച്ചത്. കഴിയാവുന്ന സഹായം നൽകി അവിടെയുള്ള കൂടെപ്പിറപ്പുകളെയും സഹോദരങ്ങളെയും ചേർത്ത് പിടിക്കണമെന്നും ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. രമേശ് ചെന്നിത്തലയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള തേങ്ങലുകൾ നമ്മെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി അവിടെയുള്ള നമ്മുടെ കൂടെപ്പിറപ്പുകളെയും സഹോദരങ്ങളെയും ചേർത്ത് പിടിക്കണം. MLA എന്ന നിലയിലുള്ള എന്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ദുരന്തമുഖത്ത് നാടിനായി മുന്നിട്ടിറങ്ങിയ ഈ നടപടി മാതൃകയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിച്ചത്. കേരളം ഒറ്റക്കെട്ടാണെന്നും കൂട്ടായി നിന്നും വയനാടിന്റെ കണ്ണീരൊപ്പുമെന്നും ചെന്നിത്തലയുടെ കുറിപ്പിന് ചുവടെ നിരവധി ആളുകൾ പ്രതികരിച്ചിട്ടുമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല, സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ അതിൻ്റെതായ ഫോറമുണ്ട്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ദുരിതാശ്വാസ നിധി തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും അതുവഴിയാണ് പണം നൽകേണ്ടത്. രമേശ് ചെന്നിത്തല ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകിയാൽ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തില്ല, CPM-കാരുടെ കീശയിലേക്ക് പോകും. ദുരന്തമുണ്ടാകാൻ കാത്തിരിക്കുകയായിരുന്നു. ഫണ്ട് പിരിവ് ആരംഭിക്കാൻ തുടങ്ങി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നത്. ഇത് സാധാരണക്കാരിൽ കടുത്ത ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. 2018 പ്രളയശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിന്റെ വാർത്താ കട്ടിങ്ങുകൾ വെച്ചാണ് ഇത്തരം സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. അതിനു പുറമെയാണ് K സുധാകരനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പോര് കനക്കുന്നത്. ഇത് സാധാരണക്കാരിൽ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും തെറ്റായ രീതിയിൽ സ്വാധീനിക്കാനുമുള്ള വഴി ഒരുങ്ങുമെന്നാണ് ഒരു വിലയിരുത്തൽ. നേരത്തെ മന്ത്രിമാർ തങ്ങളുടെ ഒരു മാസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് തീരുമാനമെടുത്തിരുന്നെങ്കിലും MLA-മാരുടെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് UDF പ്രവർത്തകരിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ രമേശ് ചെന്നിത്തലയുടെ ഈ നിലപാട് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ താരങ്ങളും വ്യവസായ പ്രമുഖരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് തങ്ങളാൽ ആകുന്ന സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിനിമാ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ടൊവിനോ തോമസും ആസിഫ് അലി, സൂര്യ, കാർത്തി, ജ്യോതിക, രശ്മിക മന്ദാന തുടങ്ങിയവർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിരുന്നു. സാധാരണക്കാരായ നിരവധി പേരാണ് തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും നീക്കിയിരിപ്പുകളിൽ നിന്നും വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് കടന്നു. 276 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ദുരന്തത്തിൽ ഇതുവരെ 338 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 341 പോസ്റ്റ്മോർട്ടം നടത്തി. ഇതിൽ 146 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് തിരച്ചിൽ 6 മേഖലകളായി തുടരും. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരവട്ടം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുക. ചാലിയാറിലും നിലമ്പൂരിലും കോഴിക്കോടും തിരച്ചിൽ തുടരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.